തമ്പാനൂരിലെ ഉപാസന ഹോട്ടലിൽ 3 പേർ സംശയകരമായ സാഹചര്യത്തിൽ താമസിക്കുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആന്ധ്ര സ്വദേശികൾ പിടിയിലായത്. 3 പേരെ ഉപാസന ഹോട്ടലിൽ നിന്നും മറ്റു 3 പേരെ തമ്പാനൂരിൽ തന്നെയുള്ള സുരഭി ഹോട്ടലിൽ നിന്നുമാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് ഒരു തോക്കും 2 ബുള്ളറ്റുകളും 1,20,000 രൂപയും കണ്ടെടുത്തു. 2 പേർക്ക് നക്സലൈറ്റ് ബന്ധം ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ഒരാൾ 2008-ൽ ഹൈദരാബാദ് പോലീസിന് കീഴടങ്ങിയിരുന്നു. മറ്റൊരാൾ ഒളിവിലാണെങ്കിലും പ്രവർത്തന രംഗത്ത് സജീവമല്ലായിരുന്നു. ഒരു മുൻ നക്സലൈറ്റിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഇവർ കേരളത്തിലേക്ക് കടന്നതെന്നാണ് പോലീസ് നിഗമനം. ഇന്ററോഗേറ്റ് ചെയ്യുമ്പോൾ ഈ 6 പേരും ആന്ധ്ര സ്വദേശികളാണ്. അതിൽ 2 പേര് നക്സലൈറ്റ്സ് റൂട്ട്സ് ഉള്ളവരാണ്. ഒരാൾ 2008-ലെ ഹൈദരാബാദ് പോലീസിലെ സറണ്ടർ ആയിട്ടുണ്ട്. മറ്റു കക്ഷി സറണ്ടർ ആയില്ല. നക്സലൈറ്റ് ആയിട്ട് ആക്ടിവിറ്റി ഉണ്ട്, പക്ഷേ വളരെ ഒതുക്കിയായിട്ടാണ് പറയുന്നത്. കേരളം കാണാൻ എത്തിയവരാണെന്നും തോക്ക് സ്വയം രക്ഷയ്ക്കു വേണ്ടി കരുതിയതാണെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. വാറങ്കൽ സ്വദേശികളായ രമേശ്, സോമയ്യ, രതീഷ്, കുമാരസ്വാമി, സുമേഷ്, ജലേഷ് എന്നിവരാണ് പിടിയിലായത്. ഇവരെ കോടതിയിൽ ഹാജരാക്കും. മീഡിയ 1 തിരുവനന്തപുരം.